Will Nifty 50 respect its support level? Hello everyone, this is Nebu Thomas. ഇന്ന് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഉള്ള ഒരു ചോദ്യമാണ് നിഫ്റ്റി 50 ഇനി വരാൻ പോകുന്ന സപ്പോർട്ട് ലെവലിനെ റെസ്പെക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്. കഴിഞ്ഞ 2-3 ദിവസമായി നിഫ്റ്റി കണ്ടമാനം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കറക്ഷൻ എവിടെ പോയി നിൽക്കും എന്ന് വലിയൊരു ചോദ്യം ചിഹ്നമാണ് എല്ലാവർക്കും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾക്ക് ഏതൊക്കെയാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ, നിഫ്റ്റിയുടെ ബിഹേവിയർ, പാസ്റ്റ് ബിഹേവിയർ ഈ സപ്പോർട്ട് ലെവലിൽ എങ്ങനെ ആയിരുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ലെറ്റ്സ് ഗോ ടു നിഫ്റ്റി ചാർട്ട്. ഇത് നിഫ്റ്റിയുടെ ഒരു ചാർട്ടാണ്. 2019 മുതലുള്ള കറണ്ട് മന്ത് വരെയുള്ള ഒരു ചാർട്ടാണ്. നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ യെല്ലോയിൽ മാർക്ക് ചെയ്തേക്കുന്ന ആ ലൈന് 50 ഡേ മൂവിങ് ആവറേജ് ആണ്. 50 ഡേ മൂവിങ് ആവറേജ് യെല്ലോയിൽ മാർക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ ടൈം നിഫ്റ്റി 50 ഡേ മൂവിങ് ആവറേജിൻ്റെ മേളിലാണ്. നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നിഫ്റ്റി 50 ഡേ മൂവിങ് ആവറേജിൻ്റെ മേളിലാണ്. നമ്മളിനി ഒരു വർഷത്തെ ചാർട്ടിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, നമുക്ക് ഒരു വർഷത്തെ ചാർട്ടിലോട്ട് പോകാം. ഇത് 1 ഇയറായി. ഇനി ഇതിനെ ഒന്ന് വലുതാക്കാം. ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വർഷത്തെ ചാർട്ട് എടുത്ത് 2024 മുതലുള്ള നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഡേ മൂവിങ് ആവറേജിൻ്റെ മേളിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മൾ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇച്ചിരി വലുതാക്കി ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാമെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞ വർഷം മെയ് മുതൽ ഇപ്പം കറണ്ട് മന്ത് വരെയുള്ള ഒരു ചാർട്ടാണ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് റെസിസ്റ്റൻറ്റും സപ്പോർട്ടിനെയും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നിഫ്റ്റി ഓൾ ടൈം ആയി ക്രിയേറ്റ് ചെയ്ത ഒരു റെസിസ്റ്റൻ്റാണ് 26333. ഓക്കെ, അത് റെസിസ്റ്റൻ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു, റെഡിൽ മാർക്ക് ചെയ്തേക്കുവാണ്. അതേപോലെ തന്നെ 25693 നിഫ്റ്റി 30th ജൂണിൽ അവിടെ വന്നിട്ട് അത് റീബൗണ്ടായ ഒരു സമയമാണ്. ഓക്കെ, അവിടെ വരെ വന്ന് റെസിസ്റ്റൻറ്റിൽ ഹിറ്റ് ചെയ്തിട്ട് താഴോട്ട് പോയ ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മളതിനെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് പലവട്ടവും ആ ഒരു ലെവലിനെ നിഫ്റ്റി സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻ്റായിട്ടും ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മളൊരു മാർക്ക് ചെയ്തിരിക്കുവാണ്. പിന്നെ അതിൻ്റെ താഴെ 25448 അതും ഇവിടെ റെസിസ്റ്റൻ്റായിട്ടും അതേപോലെ സപ്പോർട്ടായിട്ടും നിഫ്റ്റി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു ലെവലാണ് 25330. നമ്മൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന 2 ലെവല് 25330യും 25693യും 2 സപ്പോർട്ട് ലെവലാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ 50 ഡേ മൂവിങ് ആവറേജിനെയാണ് നിഫ്റ്റി പലപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്നത്, അവിടെ വന്നിട്ട് റീബൗണ്ടായി പോകുന്നത്. അപ്പം ഇന്നലത്തെ ട്രേഡിങ്ങിൽ നിഫ്റ്റി 50 ഡേ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു. ഇന്ന് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് 1:20, ആ സമയത്ത് ഇവിടെ ടൈം കാണാം. ഓക്കെ, ആ സമയത്ത് നിഫ്റ്റി നമ്മുടെ ഈ സപ്പോർട്ട് ലെവൽ, അതായത് 25693യെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. പല വട്ടമായിട്ട് ഇന്നത്തെ ദിവസത്തെ 5 മിനിറ്റ്സ് ചാർട്ടിൽ നോക്കാമെങ്കിൽ പലവട്ടവും ഈ
ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നു, വീണ്ടും തിരിച്ചു പോയി. ഇപ്പോഴും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ആ ലെവലിൻ്റെ മേളിലാണ് നിഫ്റ്റി. ഓക്കെ, അപ്പം ഒരു പക്ഷേ നിഫ്റ്റി ഈ 25693 റെസ്പെക്റ്റ് ചെയ്തിട്ട് തിങ്കളാഴ്ച മുതൽ മേളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഒന്ന്, അതല്ല അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുവാണെങ്കിൽ നെക്സ്റ്റ് ലെവല് 25330 നെക്സ്റ്റ് ലെവല് 25330. അതാണ് അടുത്ത ലെവല്. നമ്മൾ അതിനെ പ്രതീക്ഷിച്ചാൽ മതി. മേ ബി ഓക്കെ, 25448 ഒരു സപ്പോർട്ട് ലെവലാണ്. ചിലപ്പം ഇവിടെ വന്നിട്ട് റീബൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 25330. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പുറമോട്ട് നോക്കുമ്പോൾ നിഫ്റ്റി ഇവിടെ, അതായത് 26 സെപ്റ്റംബർ 2025 നിഫ്റ്റി 50 ഈ 50-ഡേ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, 1 2 3 4 ഫിഫ്ത്ത് ഡേയിൽ തിരിച്ച് 50-ഡേ മൂവിങ് ആവറേജിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട്. 5 ഡേയ്സ് അതിൻ്റെ താഴെ ട്രേഡ് ചെയ്തു, ആൻഡ് ഫിഫ്ത്ത് ഡേയിൽ അതിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട്. വേറൊരു പ്രാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നു. അത് കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13ാമത്തെ ദിവസം നിഫ്റ്റി വീണ്ടും 50 ഡേയ്സിനെ ബ്രേക്ക് ചെയ്ത് മേളിൽ പോയിട്ടുണ്ട്. 13 ഡേയ്സ് 50-ഡേ മൂവിങ് ആവറേജിൻ്റെ താഴെയായിരുന്നു. അത് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് മേളിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുകൂടെ ഒന്ന് പരിശോധിക്കാം. ഇൻ കേസിൽ ഈ സപ്പോർട്ടിൽ നിഫ്റ്റി നിന്നില്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലാണോ നിഫ്റ്റി സപ്പോർട്ട് എടുക്കുന്നതെന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ 50-ഡേ മൂവിങ് ആവറേജിനെ മാറ്റി ഈ മൂവിങ് ആവറേജ് ഏത് ലെവലിലാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് നമുക്കിവിടെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് 120-ഡേ മൂവിങ് ആവറേജ് ഇട്ട് നോക്കാം. ഇവിടെ 120 മൂവിങ് ആവറേജ് ഇട്ടപ്പം, ഡെയിലി മൂവിങ് ആവറേജ് ഇട്ടപ്പം നിഫ്റ്റി ഇവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ട് തിരിച്ച് റീബൗണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിനെ നമ്മൾ നോക്കുമ്പം 25411 ഒരു സപ്പോർട്ട് ലെവലായിട്ട് കാണുന്നു. 25411 ആണെങ്കിൽ സമ്മർ 25411. അപ്പം നമ്മുടെ ഈ ഒരു ലെവലിനെ ആണ് 25448 നമുക്ക് അതൊരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കാണാം. ഓക്കെ, 25488. ഓക്കെ, 25488 ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാം. അടുത്തത് ഈ ഒരു ലെവലിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് 135 ഡെയിലി മൂവിങ് ആവറേജ് ഇട്ടപ്പം ഈ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ നോക്കുമ്പം ഇവിടെ കാണുന്നത് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ 25406. 25406 എന്ന് പറയുമ്പോൾ സമ്മർ ഈ ഒരു ലെവൽ. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് 25448. ബിറ്റ്വീൻ 25448 ആൻഡ് 2540 നിഫ്റ്റിയുടെ ഒരു നല്ലൊരു സപ്പോർട്ടാണ്. ഓക്കെ, നമ്മൾ ഒരു 3 സപ്പോർട്ട് ലെവല് നമ്മളിന്ന് പഠിച്ചു. ഫസ്റ്റ് സപ്പോർട്ട് ലെവല് 25693. എനിക്ക് വലിയ ഉറപ്പില്ല ഇന്ന് അതിൽ നിഫ്റ്റി റീബൗണ്ട് എടുക്കുമെന്ന്, അല്ലെങ്കിൽ ആ സപ്പോർട്ട് ലെവലിനെ റെസ്പെക്റ്റ് ചെയ്യുമെന്ന് ഉറപ്പില്ല. ഇന്ന് ടുഡേ പലവട്ടം നിഫ്റ്റി ഈ സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ഗുഡ്. മേ ബി ഇന്ന് അതിനെ റെസ്പെക്റ്റ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവൽ 25448. ഓക്കെ, നല്ലൊരു സപ്പോർട്ട് ലെവലാണ്.
അതുമല്ല അല്ലെങ്കിൽ പിന്നെ 25330. ഓക്കെ, സോ ലെറ്റ്സ് ഹോപ്പ് നിഫ്റ്റി 25480 വന്നിട്ട് റീബൗണ്ട് ചെയ്ത് പോകുന്നെന്ന് നമ്മൾ ഹോപ്പ് ചെയ്യാം. നമ്മളിവിടെ കണ്ടതുപോലെ 1 2 3 4 5 ട്രേഡിംഗ് സെക്ഷനിൽ നിഫ്റ്റി റീബൗണ്ട് ചെയ്തു എന്ന് പറയുന്ന പോലെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 50-day മൂവിങ് ആവറേജിനെ ഇന്നലെ ബ്രേക്ക് ചെയ്തു. അപ്പം ഒരു 5 ട്രേഡിംഗ് സെക്ഷൻ നകത്ത് നിഫ്റ്റി തിരിച്ച് 50-day മൂവിങ് ആവറേജിനെ റീബൗണ്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ മാർക്കറ്റിലൊരു നല്ല ഒരു ന്യൂസ് വരുമ്പം നിഫ്റ്റി വിൽ റീബൗണ്ട് ഫാസ്റ്റർ. ഓക്കെ, നമ്മൾ നിഫ്റ്റി റീബൗണ്ട് ചെയ്താലും 26333 ഒരു നല്ലൊരു റെസിസ്റ്റൻ്റ് ആണ്. ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി നല്ലൊരു റാലി തരും. ഇപ്പം നിഫ്റ്റി സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഏകദേശം 17 ഒക്ടോബർ മുതൽ സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുക. പലവട്ടം 26333 വന്ന് റെസ്പെക്റ്റ് ചെയ്ത് വീണ്ടും താഴെ വരുന്നു. ഓക്കെ, അങ്ങനെ സൈഡ് വേസ് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 26333 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റാലി നിഫ്റ്റി നമുക്ക് തരും. ഓക്കെ, സോ ആ ഒരു പ്രതീക്ഷയിൽ കീപ്പ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഹോപ്പ് ഫോർ ദ ഗുഡ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.